നമ്മുടെ ശരീരത്തിലെ പ്രധാന അവയവമാണല്ലോ കരൾ. അപ്പോൾ അതിൻ്റെ ധർമ്മങ്ങളൊന്ന് പറയാമോ ഡോക്ടർ? ചർമ്മം കഴിഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവവും ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയുമാണ് കരൾ. കരളിന് ശരീരത്തിലെ പല സുപ്രധാന ധർമ്മങ്ങൾക്കും നേതൃത്വം വഹിക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ഈ അവയവത്തെ നമ്മൾ ശരീരത്തിലെ കെമിക്കൽ ഫാക്ടറി എന്ന് വിളിക്കുന്നത്. ഏകദേശം 500-ലേറെ വലിയതും ചെറിയതുമായിട്ടുള്ള നിരവധി ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥിയാണ് കരളെന്ന് പറയുന്നത്. അത് കാർബോഹൈഡ്രേറ്റിൻ്റെയും അതോടൊപ്പം തന്നെ പ്രോട്ടീൻ്റെയും ഫാറ്റിൻ്റെയും എല്ലാം ഉപാപചയ പ്രവർത്തനങ്ങളിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് കരൾ വഹിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് അന്നജം, കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന അന്നജം, അത് ശരീരത്തിൽ അധികമായിട്ടുണ്ടാകുമ്പോൾ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുവാൻ, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സ്റ്റോർ ചെയ്ത് വെക്കുവാൻ കരളിന് കഴിയും. അതുപോലെ തന്നെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോൾ ഈ ഗ്ലൈക്കോജനെ തന്നെ വിഘടിച്ച് വീണ്ടും ഗ്ലൂക്കോസാക്കി മാറ്റുവാൻ കരളിന് കഴിയും. അങ്ങനെ അതുകൂടാതെ കാർബോഹൈഡ്രേറ്റുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ധർമ്മം എന്ന് പറയുന്നത് ശരീരത്തിലെ അന്നജേതര സ്രോതസ്സുകളിൽ നിന്ന്, അതായത് പലതരത്തിലുള്ള അമിനോ ആസിഡുകളിൽ നിന്ന് വീണ്ടും കാർബോഹൈഡ്രേറ്റിനെ ഉൽപ്പാദിപ്പിക്കുവാൻ കരളിന് കഴിയും. ഈ ഒരു പ്രക്രിയയെ നമ്മൾ ഗ്ലൂക്കോനിയോജെനസിസ് എന്നാണ് പറയുന്നത്. അങ്ങനെ അന്നജവുമായി ബന്ധപ്പെട്ട് വളരെയേറെ നിർണായകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കരൾ നിർവഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാംസ്യത്തിൻ്റെ മെറ്റബോളിക് പ്രവർത്തനങ്ങളിൽ, ഉപാപചയ പ്രവർത്തനങ്ങളിലും കരളിന് വളരെയേറെ നിർണായകമായിട്ടുള്ള പങ്കുണ്ട്. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോട്ടീനാണ് ആൽബുമിൻ എന്ന് പറയുന്നത്. ആൽബുമിൻ്റെ ഉൽപ്പാദനം നടക്കുന്നത് പ്രധാനമായിട്ടും കരളിൽ വെച്ച് തന്നെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ദീർഘകാല കരൾ രോഗങ്ങളുള്ളവർക്ക് ആൽബുമിൻ്റെ അളവ് കുറയുന്നതും നമ്മൾ ഇഞ്ചക്ഷൻ്റെ രൂപത്തിൽ ആൽബുമിൻ നൽകേണ്ടി വരുന്നതുമൊക്കെ. ശരീരത്തിൽ ആൽബുമിൻ്റെ അളവ് കുറയുമ്പോൾ കൈകാലുകളിൽ നീരുണ്ടായി എന്ന് വരാം, വയറ്റിനുള്ളിൽ വെള്ളം നിറഞ്ഞ് അസൈറ്റിസ് എന്ന് പറയുന്ന, മഹോദരം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായെന്ന് വരാം. അപ്പോൾ മാംസ്യത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും കരളിന് വളരെ സുപ്രധാന പങ്ക് വഹിക്കുവാനുണ്ട്. അതുപോലെ തന്നെ കൊഴുപ്പിൻ്റെ പ്രവർത്തനത്തിൽ കൊഴുപ്പിൽ ലയിച്ചു ചേരുന്ന പലതരത്തിലുള്ള ജീവകങ്ങളുണ്ട്. ജീവകം എ, ജീവകം ഡി, ജീവകം ഇ, ജീവകം കെ. ഈ പറയുന്ന 4 ജീവകങ്ങളെ അതിൻ്റെ ആഗിരണം വേണ്ട രീതിയിൽ ത്വരിതപ്പെടണമെങ്കിൽ അത് കൊഴുപ്പിൽ ലയിച്ചു ചേരണം. അതിൻ്റെ പ്രവർത്തനത്തിനും കരളിൻ്റെ പ്രവർത്തനങ്ങൾ അതിനെ വളരെയേറെ സഹായിക്കുന്നുണ്ട്. ഈ ജീവകങ്ങൾ വേണ്ട രീതിയിൽ ആഗിരണം ചെയ്യുവാനായിട്ട് കരളിൻ്റെ പ്രവർത്തനങ്ങൾ സഹായിക്കുന്നുണ്ട്. പിത്തനീര് ഉൽപ്പാദിപ്പിക്കുന്നത് കരളിൽ നിന്നാണ്. പിത്തസഞ്ചിയിൽ പിത്തനീര് അത് ശേഖരിച്ചു വെക്കുന്നുവെങ്കിൽ പോലും വേണ്ട രീതിയിൽ പിത്തനീര് ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഈ കൊഴുപ്പിനെ വേണ്ട രീതിയിൽ ആഗിരണം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. കൊഴുപ്പിൽ ലയിച്ചു ചേരുന്ന ജീവകങ്ങളെ ആഗിരണം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെയും പ്രോട്ടീൻ്റെയും ഫാറ്റിൻ്റെയും മെറ്റബോളിക് പ്രവർത്തനങ്ങളിൽ കരളിന് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുവാൻ ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതൊരു പ്രധാന ജോലിയാണ് കരളിൻ്റേത്. മറ്റൊന്ന്, രക്തം കട്ട പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ കരൾ നിർവഹിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന പലതരത്തിലുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് പ്രധാനമായിട്ടും ഉൽപ്പാദിപ്പിക്കുന്നതും കരളിൽ വെച്ച് തന്നെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ പറയുന്ന ദീർഘസ്ഥായിയായിട്ടുള്ള കരൾ രോഗങ്ങളുള്ളവരിൽ രക്തം ഛർദ്ദിക്കുന്നത് ഉൾപ്പെടെ, അല്ലെങ്കിൽ രക്തം കട്ടപിടിക്കുന്ന പ്രവർത്തനം തടസ്സപ്പെടുന്നതിൻ്റെ കാരണവും ഈ പറയുന്ന രക്തം കട്ടപിടിക്കുവാൻ സഹായിക്കുന്ന പലതരത്തിലുള്ള ഘടകങ്ങൾ കരൾ ഉൽപ്പാദിപ്പിക്കാതെ വരുമ്പോഴാണ്. പിന്നെ കരളിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്, ശരീരത്തിൽ നമ്മൾ പലതരത്തിലുള്ള പല വിഷവസ്തുക്കളും നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടിയെന്ന് വരാം. അത് ഭക്ഷണത്തിലൂടെ ആയെന്ന് വരാം. ചിലപ്പോൾ ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങളായി ചില ടോക്സിക് സബ്സ്റ്റൻസസ്, അതായത് ചില വിഷഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ രൂപപ്പെട്ടെന്ന് വരാം. ഇതിനെയെല്ലാം നിർവീര്യമാക്കുക എന്ന് പറയുന്ന ഒരു വലിയ ധർമ്മവും കരൾ നിർവഹിക്കുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള, ഇപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെയും മറ്റും ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുക, ആവശ്യമായിട്ടുള്ള ബ്ലഡ് കട്ട പിടിക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ചില ഘടകങ്ങളെ ഉൽപ്പാദിപ്പിക്കുക, ശരീരത്തിൻ്റെ ഈ വിഷവസ്തുക്കളെ നിർവീര്യമാക്കുക, ഇങ്ങനെ നിരവധി ധർമ്മങ്ങൾ അനുവർത്തിക്കുന്ന ശരീരത്തിലെ ഒരു സുപ്രധാന ഗ്രന്ഥിയാണ് കരളെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഡോക്ടർ, ഇപ്പോൾ പല സ്കാനിങ് റിപ്പോർട്ടിലും നമ്മൾ കാണുന്നതാണ് ഫാറ്റി ലിവർ. അപ്പോൾ അതിനെക്കുറിച്ച് ഡോക്ടറിന് എന്താ പറയാനുള്ളത്? ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത്, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ സമൂഹത്തിൽ കരൾ രോഗങ്ങൾ വളരെയേറെ കൂടി വരുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അത് പലതും ദീർഘകാല കരൾ രോഗങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരൾ രോഗമായിട്ടാണ് നമ്മൾ ഫാറ്റി ലിവറിനെ കാണുന്നത്.
മിക്കവാറും പ്രായപൂർത്തിയായിട്ടുള്ള ഏത് വ്യക്തിയുടെയും വയർ അൾട്രാസൗണ്ട് സ്കാൻ നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ റിപ്പോർട്ടിൽ മൈൽഡ് ഓർ മോഡറേറ്റ് ഫാറ്റി ലിവർ എന്നുള്ളൊരു റിപ്പോർട്ട് വരിക എന്നുള്ളത് വളരെ സാധാരണ ഒരു സംഭവമായിട്ട് മാറിയിരിക്കുന്നുണ്ട്. ഒറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ കരളിലെ കോശങ്ങളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഫാറ്റി ലിവർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇങ്ങനെ കൊഴുപ്പടിഞ്ഞു കൂടുമ്പോൾ ഈ കരളിന് പലതരത്തിലുള്ള മാറ്റങ്ങൾ, അത് ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കരളിൻ്റെ ധർമ്മങ്ങളിലും പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും ഒരു ദീർഘകാല കരൾ രോഗങ്ങളുടെ തുടക്കമാണ് ഫാറ്റി ലിവർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ശരീരത്തിൽ രക്തത്തിൽ പ്രത്യേകിച്ചും കൊഴുപ്പിൻ്റെ അളവ് കൂടുന്ന ഏത് സാഹചര്യത്തിലും ഫാറ്റി ലിവർ ഉണ്ടാകുവാൻ സാധിക്കും. ഉദാഹരണത്തിന് ഹൈ കൊളസ്ട്രോൾ, ഉയർന്ന കൊളസ്ട്രോളിൻ്റെ നില ഉണ്ടാവുക, രക്തത്തിലെ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന കൊഴുപ്പ് ഘടകത്തിൻ്റെ അളവ് ഉയരുക, ഈ അവസരങ്ങളിലെല്ലാം ഫാറ്റി ലിവർ ഉണ്ടായി എന്ന് വരാം. മറ്റൊന്ന് പ്രമേഹമാണ്. ദീർഘകാല പ്രമേഹമുള്ള വ്യക്തികളിൽ ഫാറ്റി ലിവർ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ഒബീസിറ്റി എന്ന് പറയുന്ന പൊണ്ണത്തടി ഉള്ളവരിൽ ഫാറ്റി ലിവർ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലുണ്ട്. വ്യായാമരഹിതമായിട്ടുള്ള ജീവിതശൈലി, അലസമായിട്ടുള്ള ജീവിതശൈലി, കൊഴുപ്പ് അമിതമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണം ശീലമാക്കുന്നവർ, ഇങ്ങനെയുള്ളവരിലെല്ലാം തന്നെ ഫാറ്റി ലിവർ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നിശബ്ദമായിരിക്കും. പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങളും ഉണ്ടാക്കിയെന്ന് വരികയില്ല. നമ്മൾ മുൻപേ സൂചിപ്പിച്ചതുപോലെ യാദൃശ്ചികമായി നടത്തുന്ന ഒരു സ്കാനിങ് ടെസ്റ്റിലായിരിക്കും ഒരു വ്യക്തിക്ക് ആദ്യമായിട്ട് ഫാറ്റി ലിവർ ഉണ്ടായി എന്ന് കാണുന്നത്. പക്ഷേ അപൂർവമായിട്ട് ചില ലക്ഷണങ്ങൾ ഫാറ്റി ലിവറിൻ്റെതായി സൂചിപ്പിക്കപ്പെടാറുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനം നമ്മുടെ ശരീരത്തിൻ്റെ വയറിൽ വലതു ഭാഗത്തായിട്ട് അനുഭവപ്പെടുന്ന വേദന, ചിലർക്ക് അല്ലെങ്കിൽ എന്തോ ഒരു നിറഞ്ഞിരിക്കുന്നത് പോലെയുള്ള തോന്നൽ, ഇതൊക്കെ ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടാറുണ്ട്. ചിലർക്ക് ക്ഷീണം, വിശപ്പില്ലായ്മ തുടങ്ങിയ ലക്ഷണങ്ങളും അപൂർവമായി കാണാറുണ്ട്. പക്ഷേ പൊതുവെ പറയുകയാണെങ്കിൽ ഫാറ്റി ലിവറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ലക്ഷണമില്ല എന്നുള്ളത് തന്നെയാണ്. രക്തത്തിലെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നേരിയ തോതിൽ ചിലപ്പോൾ ലിവർ എൻസൈമിൻ്റെ അളവുകൾ കൂടിയെന്ന് വരാം. പക്ഷേ പൊതുവേ വലിയ കാര്യമായിട്ടുള്ള ഗൗരവതരമായിട്ടുള്ള രീതിയിലുള്ള രക്തത്തിലുള്ള മാറ്റങ്ങളും നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാകുമ്പോൾ കണ്ടു എന്ന് വരികയില്ല. ഫാറ്റി ലിവറിൻ്റെ ചികിത്സ എന്ന് പറയുന്നതും അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി അതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. പ്രമേഹം നമ്മൾ കൃത്യമായിട്ട് നിയന്ത്രിച്ച് നിർത്തണം. രക്തത്തിലെ കൊഴുപ്പിൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ അതിനെ നമ്മൾ നിയന്ത്രിച്ച് നിർത്തണം. കൃത്യമായിട്ട് വ്യായാമം ചെയ്ത് ശരീരഭാരം ക്രമീകരിച്ച് നിർത്തണം. ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങളിലൂടെ നമുക്ക് ഫാറ്റി ലിവറിനെ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് കരളിലെ കോശങ്ങളെ കൂടുതൽ ബാധിക്കുകയും കരളിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും മറ്റും ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഫാറ്റി ലിവറിനെ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള മരുന്നുകളും ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്.